പശ്ചിമ ബംഗാളിലെ ഭരണമാറ്റം ഇപ്പോഴുള്ള CPIMൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. പലരും ചോദിക്കുന്നു, CPM പൂർണ്ണമായും പശ്ചിമ ബംഗാളിൽ ഇല്ലാതായോ? ഇനി അവർക്ക് ഉണർന്നെഴുന്നേറ്റ് വരാൻ കഴിയുമോ? ഈ അടുത്ത നാളിൽ, അതായത് പശ്ചിമ ബംഗാളിലെ മെയ് 4 റിസൾട്ടിന് ശേഷം 21-നായിരുന്നു ഫാൽട്ട അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന അഭിഷേക് ബാനർജിയുടെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട മണ്ഡലമാണ്. ഇവിടെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്രിമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ തൃണമൂൽ പ്രവർത്തകർ ഏതാണ്ട് പോളിങ്ങുകളൊക്കെ കൈയടക്കിയ സമയത്ത് പോളിംഗ് ബാലറ്റ് പേപ്പറിൽ വരെ BJPയുടെ ചിഹ്നമൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെ വീണ്ടും റീപോളിംഗ് നടത്തിയത്. പൂർണ്ണമായും എല്ലാ മണ്ഡലത്തിലും റീപോളിംഗ് നടത്തുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP 1 ലക്ഷത്തിലധികം വോട്ടിനാണ് ജയിച്ചത്. BJPക്ക് കിട്ടിയത് 1.5 ലക്ഷം വോട്ടാണ്, 1,49,666 വോട്ട്. പക്ഷെ ഇവിടെ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ്, രണ്ടാം സ്ഥാനത്ത് വന്നത് CPM ആയിരുന്നു. 40,000-ലധികം വോട്ടാണ് CPMൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചത്. രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിൽ 1 ലക്ഷത്തിലധികം വോട്ടുണ്ടെങ്കിലും രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് നിർണായകമാണ്. ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങിയായിരുന്നു, ജഹാംഗീർ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് പിൻവാങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് നാമമാത്രമായ വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിനാണെങ്കിൽ 10,000 വോട്ടിനടുത്താണ് കിട്ടിയത്. ഇതായിരുന്നു ഫാൽത്തയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അപ്പോൾ ഈ ഒരു ഫലത്തെ വെച്ചുകൊണ്ട് CPMന് ബംഗാളിൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും, CPMന് പുനരുജ്ജീവിച്ച് വരാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് പല ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ചിന്തകന്മാരും പണ്ഡിതരൊക്കെ തന്നെ ഉയർത്തിവിടുന്നത്. അങ്ങനെയുള്ള ചില ലേഖനങ്ങളൊക്കെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഇന്ന് ദേശീയ തലത്തിൽ CPMൻ്റെ എല്ലാ പ്രസക്തിയും ഇല്ലാതായി എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ അവർ പശ്ചിമ ബംഗാൾ, കേരളം, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പങ്കായിരുന്നു CPM വഹിച്ചിരുന്നത്. പ്രത്യേകിച്ച് 1ാം UPA സർക്കാർ കാലഘട്ടത്തിലും അതിനു തൊട്ട് മുമ്പ് VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വരുന്ന സമയത്തൊക്കെ ഹർകിഷൻ സിംഗ് സുർജിത് CPM ജനറൽ സെക്രട്ടറിയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനമായിരുന്നു ചെലുത്തിയിരുന്നത്. പിന്നീട് CPMൻ്റെ പിന്തുണയോടുകൂടിയാണ് 1ാമത്തെ UPA സർക്കാർ വന്നത്. പക്ഷേ ആണവ കരാറിൻ്റെ പേരിൽ അവർ പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ 2ാമത്തെ UPA സർക്കാർ CPMൻ്റെ പിന്തുണയില്ലാതെ തന്നെ കോൺഗ്രസിന് അധികാരത്തിൽ വരാനും കഴിഞ്ഞു. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ CPMന് കാര്യമായ പിന്തുണയൊന്നുമില്ല. നമുക്കറിയാം, CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ED ഓഫീസിലേക്ക് മാർച്ച് ചെയ്തതിൻ്റെ പേരിലൊക്കെ പോലീസൊക്കെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന ഒരു പരിഗണന CPMന് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം അവർക്ക് പശ്ചിമ ബംഗാളിൽ വളരാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നത് അവരെ പൂർണ്ണമായിട്ട് നിഷേധിക്കലാവും. അതുകൊണ്ട് തന്നെ എത്രത്തോളം CPMന് പശ്ചിമ ബംഗാൾ വളരാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പശ്ചിമ ബംഗാളിലെ ജനസംഖ്യയിൽ 2011 സെൻസസ് പ്രകാരം 27%, മുസ്ലിം ജനസംഖ്യ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 30%-ലധികം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ളൊരു കണക്ക് കൂട്ടൽ. ഇതേ മണ്ഡലത്തിലും ഏതാണ്ട് ഇതേ നിലവാരത്തിലായിരുന്നു. 70% പേരായിരുന്നു ഈ ഫാൽത്ത മണ്ഡലത്തിലും ഉണ്ടായിരുന്നത്. പക്ഷേ BJPക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനവും ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 70% വോട്ടാണ് BJPക്ക് കിട്ടിയത്. CPMന് കിട്ടിയത് 40,000 വോട്ട്. അപ്പം അതിൻ്റെ ഒരു അർത്ഥം സാമാന്യഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മുസ്ലിം ഭൂരിഭാഗവും 90% മുസ്ലിങ്ങളും CPMന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ BJPക്ക് കിട്ടിയ വോട്ട് ആകെ കിട്ടിയ ഹിന്ദുക്കളുടെ എണ്ണത്തേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മൊത്തം ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തത് BJP ഇതര പാർട്ടികൾക്കാണ്. അതിൽ തന്നെ ബഹുഭൂരിഭാഗം കിട്ടിയിരിക്കുന്നത് CPMനാണ്. പശ്ചിമ ബംഗാൾ കുറേ നാളായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനപരമായ ശക്തി കേന്ദ്രം മുസ്ലിങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജഹാംഗീർ ഖാൻ മത്സരരംഗത്ത് പിൻവാങ്ങിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ മുസ്ലിം വോട്ട് പതുക്കെ തൃണമൂലിൽ നിന്ന് മാറിപ്പോകുന്നതാണോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് കാണാൻ കഴിയുന്നത്, CPM എന്ന് പറയുന്നത് 1964 ഉണ്ടായതാണ്. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു. അന്നും തുടക്കം മുതൽ തന്നെ പശ്ചിമ ബംഗാളിൽ CPMന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് മുമ്പും അവിഭക്ത ഇന്ത്യയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നു. വളരെ കാലത്തെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഭരണമാണ്. B0യുടെ കാലം മുതൽ കോൺഗ്രസ് ഭരണമാണ് ഉണ്ടായിരുന്നത്.
പിന്നീട് കുറച്ച് കാലം ബംഗ്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി, അതിൽ CPM പങ്കാളിയായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതേപോലെ തന്നെ 67-ലും 69-ലാണ് CPM ഈ ഒരു സഖ്യകക്ഷിയിൽ വന്നത്. ആദ്യത്തെ 69-ലെ സർക്കാരിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടുകയായിരുന്നു ചെയ്തത്. അജയ് മുഖർജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സർക്കാർ ഉണ്ടായിരുന്നത്. ഈ സർക്കാരിൽ പിന്നീട് CPMൻ്റെ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു. പിന്നീട് 1972-ലെ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു ചെയ്തിരുന്നത്. സിദ്ധാർത്ഥ ശങ്കറയുടെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ഏതാണ്ട് CPMന് 15 സീറ്റോ മാത്രമേ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സീറ്റിലേക്ക് CPM ഒതുങ്ങി. പക്ഷേ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് ജനതാ പാർട്ടി ഇന്ത്യ മുഴുവൻ വിജയിച്ചു. ഇവിടെ ജനതാ പാർട്ടിയും CPMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ മുന്നണിയും സഖ്യകക്ഷിയായിട്ടാണ് മത്സരിച്ചത്. 1977 മുതൽ CPM പശ്ചിമ ബംഗാൾ അധികാരത്തിൽ വരികയാണ്. പിന്നീട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് കാര്യമായിട്ടുള്ള സീറ്റ് കിട്ടുന്നു. 170, 160 ആ രീതിയിൽ CPMന് സീറ്റ് കിട്ടിക്കൊണ്ടിരുന്നു ഇടതുപക്ഷ മുന്നണിക്ക്. അവരുടെ തുടക്കത്തിലൊക്കെ സാമാന്യം ഭേദപ്പെട്ടൊരു ഭരണം കാഴ്ചവെക്കാൻ അവർ ശ്രമിച്ചിരുന്നു. കാരണം ഭൂപരിഷ്കരണമൊക്കെ നടത്തി. പക്ഷേ പിന്നീട് CPMൻ്റെ പാർട്ടി വളരെ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് കണ്ടത്. ആ പാർട്ടി ആധിപത്യം സ്ഥാപിക്കുക, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള അങ്ങനെ 3 ടയർ ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് CPM ഇനി അഥവാ അവരുടെ ഭരണത്തിലല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നടപടിക്രമങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു CPM ചെയ്തത്. പിന്നീട് അവരുടെ മുന്നണി സംഘടനകൾ, ഇപ്പോൾ CITU ആണെങ്കിലും SFI ആണെങ്കിലും അവരൊക്കെ തന്നെ അതാത് മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നല്ലാതെ അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് CITU ആണെങ്കിൽ വെറും തൊഴിലാളികളുടെ ശമ്പള വർധന വേണ്ടി മാത്രമാണ് അവർ സമരം ചെയ്തത്. അങ്ങനെയാണ് ആ കമ്പനി പ്രോഫിറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ വ്യാവസായിക വളർച്ചയ്ക്കുള്ള യാതൊരു ഗുണവും അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. അങ്ങനെയാണ് കമ്പനികൾക്ക് പൂട്ടിപ്പോവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയൊക്കെ ചെയ്തത്. വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു മുരടിപ്പുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ബംഗാളികൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ജോലിക്കായിട്ട് പോയത്. അതും പലരും അവിദഗ്ധ തൊഴിലാളികളായിട്ട്, സാധാരണ കൂലിക്കാരായിട്ടാണ് ബംഗാളികൾ. നമുക്ക് എല്ലാ സംസ്ഥാനത്തും ബംഗാളി തൊഴിലാളികളെ കാണാൻ പറ്റും. അപ്പോൾ ഒരു രാജ്യത്തെ പിന്നോട്ടടിക്കുകയായിരുന്നു CPM ഭരണം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തുടക്കത്തിൽ അവർ ചില ഭൂപരിഷ്കരണ നടപടികളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫോളോ അപ്പ് ആക്ടിവിറ്റികൾ ചെയ്യുന്നതിൽ അവർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു. പിന്നെ പാർട്ടിയാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളൊരു ചെറിയ കട തുടങ്ങണം, ആ കട തുടങ്ങാനുള്ള എല്ലാ ഉപകരണങ്ങളും പാർട്ടിയോട് പറയുക, പാർട്ടി എത്തിച്ചു കൊടുക്കും. ആ പൈസ കൊടുക്കണോ അയാൾക്ക്. അങ്ങനെ പാർട്ടി അറിഞ്ഞാൽ മാത്രമേ ഏത് കാര്യങ്ങൾ നടക്കൂ. അങ്ങനെ പാർട്ടിയുടെ സമ്പൂർണ്ണമായ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ CPM വിരുദ്ധരായ ആളുകളെയൊക്കെ തന്നെ ശാരീരികമായി ആക്രമിക്കുക. അത് CPM അധികാരത്തിൽ വന്നത്, സൈനി ബാരി കൂട്ടക്കൊലക്ക എന്ന് പറയുന്നത് CPM അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അതിനുശേഷവും കൂട്ടക്കൊലകളൊക്കെ വളരെ കാര്യമായ കൂട്ടക്കൊലകളൊക്കെ നടന്നു. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകളെയൊക്കെ നിഷ്ഠൂരമായിട്ട് വധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു നമ്മളൊരു ഫാസിസ്റ്റ് ഭരണം എന്നൊക്കെ പറയുന്ന പോലുള്ള ഏറ്റവും ഒരു അടിച്ചമർത്തുന്ന ഒരു ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. പക്ഷേ അവരുടെ സംഘടനകളൊക്കെ വളരെ ശക്തമായതുകൊണ്ട് ആർക്കും അതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കലാലയങ്ങളാണ് SFI മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ ശബ്ദിച്ച ആളുകളൊക്കെ തന്നെ നിഷ്കാസിതരാക്കും. അവർക്ക് പരീക്ഷയിൽ പാസ്സാവാൻ പറ്റില്ല, അവരെ മർദ്ദിക്കും, അവർക്കെതിരെ കേസെടുക്കും. തൊഴിലാളി മേഖലയിലാണെങ്കിൽ CITU ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലും അവരുടെ ഒരു ആധിപത്യം സ്ഥാപിച്ചു. അപ്പം ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെതിരായിട്ടാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് വന്നത്. അപ്പോൾ 2000-ലാണ് പിന്നെ ജ്യോതി ബാസുവിൻ്റെ ഭരണം അവസാനിക്കുന്നത്. 2000 മുതൽ 2011 വരെ ബുദ്ധദേവ് ഭട്ടാചാര്യയായിരുന്നു. അപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലേക്കുള്ള വ്യവസായവൽക്കരണത്തിന് വേണ്ടി ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും അതൊക്കെ പാളിപ്പോവാണ് കണ്ടത്. നന്ദിഗ്രാമിലൊക്കെ നമ്മൾ കണ്ട് വലിയ കൂട്ടക്കൊലയാണ് നടന്നത്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അങ്ങനെ CPM ഒരു പൂർണ്ണമായിട്ട് നാശത്തിൻ്റെ വക്കിലെത്തിയ സമയത്താണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലൊരു ഫൈറ്റ് നടക്കുന്നത്. മമതാ ബാനർജിയുടെ പാർട്ടിക്കാരെയൊക്കെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു CPM ചെയ്തത്. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം മറ്റ് കൂട്ടക്കൊലകൾ നടത്തി. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തുള്ള ഒരു ഏകാധിപത്യ സർവാധിപത്യ ഭരണകൂടമാണ് നമുക്ക് ബംഗാളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പം ജനങ്ങൾ പൂർണ്ണമായിട്ടും അവർക്കെതിരായി. പിന്നീടാണ് മമതാ ബാനർജിയുടെ ഭരണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയും ആദ്യഘട്ടത്തിൽ വളരെ നല്ല നടപടികളൊക്കെയാണ് മമതാ ബാനർജി സ്വീകരിച്ചിരുന്നത്. വിദഗ്ധരായിട്ടുള്ള ആളുകളോട് അവർ കൺസൾട്ട് ചെയ്തു.
പശ്ചിമ ബംഗാളിൽ വികസനത്തിനായിട്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഇന്ത്യയിലെ എല്ലാ വൻകിട മുതലാളിമാരെയും ക്ഷണിച്ചു, വ്യവസായങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഇതൊക്കെ കുറച്ച് കാലേ നീണ്ടു നിന്നുള്ളൂ. പിന്നീട് മമത എന്ത് ചെയ്തു? മമതയും അധികാരം പൂർണ്ണമായിട്ട് മന്ത്രിമാരൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നേരിട്ട്, അതായത് ഇപ്പോൾ ഒരു ഭരണം എന്ന് പറയുന്ന സമയത്ത് ഭരണ തലത്തിൽ മന്ത്രി ഒരു പോളിസി മേക്കിംഗ് നടക്കുന്നു, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നു, അതിൻ്റെ കീഴിലെ വകുപ്പുകളുടെ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ വകുപ്പിനെ കുറിച്ച് നൽകുന്നു, ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരുണ്ടാവുന്നു, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവുന്നു, മന്ത്രിമാരുണ്ടാവും. ഇങ്ങനെയുള്ളൊരു ബഹുതല സംവിധാനത്തെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് മമത നേരിട്ട് ഭരണം നടത്തി തുടങ്ങി. ആദ്യഘട്ടത്തിലൊക്കെ അതിന് ഗുണമുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ ദോഷങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നീട് മമതയുടെ പാർട്ടിയും ഇതേ രീതിയിലുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അവരും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവരുടെ വോട്ട് ബാങ്കായിട്ട് കണക്കാക്കിയിരുന്നത് മൈനോറിറ്റി ആയിരുന്നു. അപ്പോൾ ഈ മൈനോറിറ്റി സി പി എമ്മാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ കൊണ്ടുവന്നത്. ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാരാണ് ബംഗാളിലേക്ക് വന്നത്. അവർക്കൊക്കെ വോട്ടർ പട്ടിക കൊടുത്തതും തിരിച്ചറിയൽ കാർഡ് കൊടുത്തതൊക്കെ CPM ആയിരുന്നു. ഇതേ നടപടിയാണ് പിന്നീട് മമതയും തുടർന്ന് വന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അവരുടെ കൂടെ നിന്നു. പിന്നീട് ചില ന്യൂനപക്ഷ പാർട്ടികൾ CPMൻ്റെ കൂടെ നിന്നിരുന്നു. പിന്നെ യുണൈറ്റഡ് AISF തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ മുസ്ലിം പാർട്ടികളായിരുന്നു. അവരൊക്കെ തന്നെ CPMൻ്റെ കൂടെ നിന്നിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പം മമതയുടെ വളർച്ച എന്ന് പറയുന്നത് CPMൻ്റെ സമഗ്രാധിപത്യത്തിനെതിരായിട്ടുള്ള വളർച്ചയായിരുന്നു. ആ സമഗ്രാധിപത്യത്തിനെതിരായിട്ടുള്ള ആ പോരാട്ടത്തിൽ നിന്നാണ് മമത തെരുവിലൂടെ ഫൈറ്റ് ചെയ്തിട്ടാണ് മമത അധികാരത്തിലേറിയത്. പക്ഷേ അതേ മമതയും പിന്നീട് അതേ രീതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ BJP ഭരണമാണ് വന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ പലരും ചായക്കടകളിൽ നിന്നുള്ള ചർച്ചകളിലൊക്കെ നടന്നിരുന്നു. BJP കുറേ ഫൈറ്റ് ചെയ്യെങ്കിലും BJPക്ക് മമതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പൊതുവേ ആളുകളുടെയൊക്കെ ധാരണ. കാരണം അവരൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിരുന്നത് BJP എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്. ബംഗാൾ എന്ന് പറയുന്നത് പ്രത്യേക കൾച്ചറാണ്. ആ ബംഗാളി സംസ്കാരത്തിലേക്ക് BJPക്ക് കടന്നു കയറാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു പൊതുവേ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു, നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് പൂർണ്ണമായിട്ട് എല്ലാവിധ ബാരിയറുകളൊക്കെ മറികടന്നുകൊണ്ടാണ് BJP പശ്ചിമ ബംഗാൾ അധികാരത്തിലെത്തിയത്. ഇപ്പം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയും അവിടെ CPM രണ്ടാമതെത്തുകയും ചെയ്ത സമയത്താണ് ഈ ഒരു ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവിനുള്ള സാധ്യത വളരെ കുറവാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും ശ്രമിക്കില്ല എന്നതാണ് ഇപ്പോൾ BJPയുടെ ഒരു കാരണം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തെത്തുന്നതിനോട് BJPക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാകില്ല. കാരണം അതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാതെ, കാരണം മുസ്ലിങ്ങളൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നിർത്തിക്കൊണ്ട്, കാരണം ഇനി അഥവാ തൃണമൂൽ കോൺഗ്രസിൽ പോകുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾക്ക് പോകാൻ അനേകം പാർട്ടികളുണ്ട്. എല്ലാ മുസ്ലിങ്ങളും CPMൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു മുസ്ലിം പാർട്ടിയായിട്ട് CPM അവശേഷിച്ചാൽ തന്നെ അവർക്ക് മറ്റ് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവരുടെ പിന്തുണ കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMന് പൂർണ്ണമായിട്ടും പശ്ചിമ ബംഗാളിലേക്കൊരു അടുത്ത 10 വർഷത്തേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സൂചനകളില്ല. കാരണം അവരുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. 2011 ഇലക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും തൃണമൂൽ കോൺഗ്രസും CPMും തമ്മിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അധികാരത്തിന് പുറത്തു പോയതോടുകൂടി CPM പൂർണ്ണമായിട്ടും തകരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. ലോക്സഭയിലും അവർക്ക് ഒറ്റ സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവർക്ക് മുസ്ലിം സംഘടനകളൊക്കെ സഖ്യം ഉണ്ടാക്കിയിട്ട് അവർക്കൊരു സീറ്റ് കിട്ടിയത്. കോൺഗ്രസിൻ്റെ 2 സീറ്റും കിട്ടി, ഒരു സീറ്റ് ഒരു മുസ്ലിം സംഘടനയ്ക്കും കിട്ടി. ഇതാണ് പശ്ചിമ ബംഗാളിലെ CPMൻ്റെ സ്ഥിതി. ഇനി അതുകൊണ്ട് അവർക്ക് കുറേയൊക്കെ പാർട്ടി സ്ട്രക്ചറൊക്കെ ഉണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അവരുടെ ഒരു വൃദ്ധ നേതൃത്വമാണ്. ചെറുപ്പക്കാരൊന്നും തന്നെ പാർട്ടിയിലേക്ക് വരുന്നില്ല. ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്ന പാർട്ടി ഓഫീസൊക്കെ BJP വന്നതിന് ശേഷമാണ് അല്പമൊക്കെ 500 പാർട്ടി ഓഫീസുകളൊക്കെ തുറന്നു നിന്നത്. അപ്പോൾ നേരത്തെ അധികാരമുണ്ടായ ഒരു തലമുറയാണ് അവർ അങ്ങനത്തെ ഒരു CPMനെ മാത്രമേ ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടുള്ളൂ. അതായത് മുമ്പുണ്ടായിരുന്ന തലമുറ പാർട്ടി വളർത്തിയെടുത്തൊരു തലമുറ ഉണ്ടായിരുന്നു. അതിനുശേഷം ദീർഘകാലമായിട്ട് 34 വർഷമായിട്ട് പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് അധികാരത്തിൻ്റെ സൗഭാഗ്യങ്ങളുള്ള ഒരു പാർട്ടിയിലേക്കാണ് ആ അണികളൊക്കെ വന്നിരുന്നത്. ആ അധികാരം വന്നതോടുകൂടി അവരൊക്കെ പോയി. അപ്പോൾ ഒരു ത്യാഗനിർഭരമായ പോരാട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രവർത്തകർ അതിനകത്തില്ല. ഇവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണാധികാര സമയത്ത് പോലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ, അതായത് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആരും തയ്യാറായില്ല. അവരൊക്കെ
അവരൊക്കെ CPM-നെ പൂർണ്ണമായിട്ട് വിട്ടുപോവുകയാണ് ചെയ്തത്. ഇപ്പം തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ അവർക്ക് മറ്റൊരു ചോയ്സ് ഇല്ലാത്തത് കൊണ്ടാണ് CPM-ന് വോട്ട് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി, കാരണം CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ 5000 വോട്ട് കിട്ടിയ സ്ഥലത്ത് അവർക്ക് 40,000 വോട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പം അതിനകത്ത് ഒരുപാട് അതിൻ്റെ പിറകിലേക്ക് പോയാൽ 1967 മുതൽ ഫാൽത്ത മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ 1-2 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത്. ഒരിക്കൽ തൃണമൂൽ കോൺഗ്രസും ജയിച്ചു. 1972 സിദ്ധാർത്ഥ ശങ്കർ റായ് മുഖ്യമന്ത്രിയായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സമയത്തും ആ സമയത്ത് കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട് ഫാൽത്തയിൽ. അതുവരെ അതും CPM-ൻ്റെ ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. അപ്പം CPM എത്രയോ തവണ ജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ 40,000 വോട്ട് കിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ ചില രാഷ്ട്രീയ ലേഖകരൊക്കെ CPM തിരിച്ചു വരും എന്നൊരു പ്രചരണം നടത്തുന്നു. അപ്പോൾ അതിനുള്ളൊരു സാധ്യത, കാരണം അടുത്ത ഒരു 10 വർഷത്തേക്ക് CPM-ന് എന്തെങ്കിലും പശ്ചിമ ബംഗാളിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല. പക്ഷേ 10 വർഷം അവർ നിരന്തരമായി പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഉയർന്നു വരാൻ പറ്റും. അതിന് CPM-ന് കഴിയുമോ എന്നുള്ളത്, കാരണം അതിൻ്റെ ഒരു അനുകൂലമായ ദേശീയ രാഷ്ട്രീയം അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ CPM-ന് അതിന് കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്.